على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وعترته وأهل الخير كلهم أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സയ്യിദന്മാരെ, സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാൻ നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നന്മയുടെ പാതയിലുള്ള ഈ ഒരു ഒത്തുകൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് സവാബ് ഇരട്ടിയാക്കപ്പെടുന്ന അമലുകളിൽ അള്ളാഹു ഇതൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ താഴത്തിലായി ജീവിതം ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബുശ്റാത്തുൽ യൗമിൽ ഇന്ന് നിങ്ങളുമായി സംവദിക്കാനുള്ള വിഷയം ഒരു പുതുവർഷം കൂടി കടന്നു വരുമ്പോൾ എന്നതാണ്. വളരെ ആത്മീകമായ ഒരു മജ്ലിസിന് ശേഷമാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഭിനന്ദനായ ചെയർമാൻ വന്നിരായ സയ്യിദ് പൂക്കോയത്തങ്ങൾ ബാലവി അവർകൾ ഇത്രയും സമയം നമ്മുടെ ആത്മീകമായ മജ്ലിസിന് നേതൃത്വം നൽകുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പുതുവർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഹിജ്റ വർഷം നമ്മൾ 1435 നിന്ന് നമ്മൾ 1436 കടക്കുകയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കേണ്ട ഏതാനും ചില ചെറിയ ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരദാനമായി നമുക്ക് കനിഞ്ഞരുളിയതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളിൽ നിന്ന് പലതും വിട പറഞ്ഞു പോകാറുണ്ട്. ഓരോ വിടവാങ്ങലും പലപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ നൽകാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ ഉമ്മയായാലും നമ്മുടെ ബാപ്പയായാലും നമ്മുടെ സഹോദരങ്ങളായാലും നമ്മോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരൊക്കെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് യാത്ര പോകുന്ന സമയത്ത് വല്ലാത്ത ദുഃഖമുണ്ടാകാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകും, ചില കാര്യങ്ങൾ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കണ്ടുമുട്ടും, ചില ആളുകളെ നമുക്ക് പരലോകത്ത് തന്നെ ചെന്ന് കണ്ടുമുട്ടാൻ കഴിയും. എന്നാൽ വിട പറഞ്ഞാൽ, യാത്ര ചോദിച്ചാൽ ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത, കണ്ടുമുട്ടാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവയിൽപ്പെട്ട ഒന്നാണ് സമയം എന്നുള്ളത്. നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡുകളും ഇതൊക്കെ എന്നേക്കുമായിട്ടാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല മാ മിൻ യൗമിൻ ഇല്ലാ യഖൂലു ഇബ്നു ആദം, ഒരു ദിവസവുമില്ല, ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ഓരോ
ദിവസവും അവനോട് വന്നുകൊണ്ട് പറയും, ദഖൽതു അലൈക്കൽ യൗം, ഇന്ന് നിന്നിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. വലൻ അർജിഅ ഇലൈക ബഅദൽ യൗം, ഈ ഒരു ദിവസത്തിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും നിന്നിലേക്ക് തിരിച്ചു വരികയില്ല. അതുകൊണ്ട് ഫൻളുർ മാദാ തഅമലു ഫിയ, എന്നിൽ ഈ ഒരു ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യാൻ ശ്രമിക്കണം എന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈസ യൗമുൻ യഅതി മിൻ അയ്യാമിദ് ദുനിയ, ദുനിയാവിലെ ഒരു ദിവസം പോലും മനുഷ്യന് വരുന്നില്ല ഇല്ലാ യത്വരും, ഓരോ ദിവസവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഇന്നി യൗമുൻ ജദീദ്, തീർച്ചയായും ഞാനൊരു പുതിയ ദിനമാണ്, ഞാനൊരു പുതിയ ദിനമാണ്. വഇന്നി അലയ്യ അലാ മാ യഅമലു ഫിയ ഷഹീദ്, ഈ ഓരോ ദിവസത്തിന്റെയും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഈ ഓരോ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ സാക്ഷിയാണ് എന്ന് ഓരോ ദിവസവും മനുഷ്യന്മാരോട് പറയുന്നതായി സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിൽ നിന്ന് ഓരോ സമയവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും സെക്കൻഡുകളായി, മിനിറ്റുകളായി, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഓരോ സമയവും നമ്മളിൽ നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ സത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആയുസ് കൂടുകയല്ല ചെയ്യുന്നത്, ആയുസ് കുറയുകയാണ്. അവസാന ദിവസവുമായി ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ആയുസ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബാല്യകാലം വിട പറയും, നമ്മുടെ കൗമാരകാലം വിട പറയും, നമ്മുടെ യുവത്വത്തിന്റെ വസന്തകാലം വിട പറയും, അവസാനം വാർദ്ധക്യവും വിട പറഞ്ഞ് അവസാനം മരണത്തിലേക്ക് നമ്മളെത്തും. ഓരോ വർഷവും അവസാനിച്ച് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാകേണ്ട ചിന്തകളെ കുറിച്ചുള്ള ചെറിയ അവതരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമുക്കുണ്ടാകേണ്ട വിചാരം എന്ന് പറയുന്നത്, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ ഓരോ സമയവും ഓരോ നിമിഷങ്ങളിലും നിമിഷാർത്ഥങ്ങളിലുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമയമാണ്, നമ്മൾ ഉപയോഗിക്കേണ്ട സമയമാണ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്ന ആദം ഇന്നമാ അൻത അയ്യാം ഫഇദാ ദഹബ യൗമൻ ദഹബ ബഅദക്, ഒരു ദിവസം നിന്നിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ നിന്റെ ഒരു ഭാഗം തന്നെ നഷ്ടമായി എന്ന് സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വചനം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം നഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വബാഅകും നദീർ, ആലോചിക്കുന്ന ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ? അവസാനം ഒരു താക്കീതുകാരനെ കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് വന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വഞ്ചിക്കപ്പെടാൻ പാടില്ല. ദുനിയാവിന്റെ വർണ്ണശബളിമയുടെ പിന്നാലെ പോയി, ദുനിയാവിലെ മാത്താങ്കൂത്തുകളുടെ പിന്നാലെ പോയി നമ്മൾ ഒരിക്കൽ പോലും വഞ്ചിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് നമ്മൾ നയിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നശ്വരമായ ഈ ജീവിതത്തിന് വേണ്ടിയല്ല. നശ്വരമായ ഈ ജീവിതത്തിന് ഭവനം പണിഞ്ഞുകൊണ്ട് ഉന്മാദരായി ആഹ്ലാദചിത്തരായി അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാനല്ല, മറിച്ച് അനശ്വരമായ ജീവിതത്തിലെ ഒരു ഭവനമുണ്ടാക്കാനാണ്. മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ ഒരിടമുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ദുന്യാവ് മൊത്തം എടുത്താൽ പോലും സ്വർഗീയാരാമത്തിലെ ഒരു ചാൺ സ്ഥലത്തിന് തുല്യമല്ല എന്നവരെ മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു പുതിയ വർഷം കടന്നു വരുമ്പോ ചില ദൃഢനിശ്ചയങ്ങൾ നമുക്കുണ്ടായിരിക്കണം, പ്രതിജ്ഞയെടുക്കണം. നമ്മൾ ഓരോ പുതിയ വർഷവും വരുമ്പോ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ എത്രത്തോളം സമയം ചെലവഴിച്ചിട്ടുണ്ട്, എന്റെ ചിന്തകളിലും എന്റെ ഓർമ്മകളിലും എന്റെ സകലമാന ഹറക്കാത്ത് സക്കനാത്തുകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും ഒക്കെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ചിന്തയാണ് ഈ സമയത്ത്, ഈ ഒരു വർഷം നമ്മോട് വിട പറഞ്ഞു പോകുമ്പോ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്.
നമ്മൾ ദുനിയാവിന്റെ വഞ്ചനയിൽ പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മഹാനായ സയ്യിദന ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്, യാ ബുനൈ ഖുദ് ഹാദിഹിൽ ബിതാഖ ഫഹിയ ഖൈറുൽ ലക മിൻ അൽഫി കിതാബിൻ. ഒരു ഉപദേശം നൽകുകയാണ് മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വർഗ്ഗത്തേക്കാൾ മികച്ച മറ്റൊരു സ്ഥാനവുമില്ല, സ്വർഗീയമായ ആരാമ ഭൂമികയേക്കാൾ മികച്ച ഒരു സ്ഥാനവുമില്ല. ലാ തഗ്തർ ലിമകാൻ സാലിഹിൻ ഫലാ മകാന അഫ്ദല മിനൽ ജന്ന. സ്വർഗ്ഗത്തേക്കാൾ മനോഹരമായ സാലിഹായ ഒരു ഭവനം വേറെയില്ല. അതുകൊണ്ട് സ്വർഗമല്ലാത്തൊരു മറ്റൊരു ഭവനം കണ്ടുകൊണ്ട് നീ ഒരിക്കൽ പോലും വഞ്ചിക്കപ്പെടാൻ പാടില്ല. വലാ തഗ്തർ ബികസ്റത്തിൽ ഇബാദ ഫഇന്ന ഇബ്ലീസ് ബഅദ മക്സിഹി ഫിൽ ഇബാദ എന്ന് മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന് നന്ദികേടില്ലാത്ത വിധത്തിൽ അവസാനം പുകഞ്ഞ പുള്ളിയായി പുറത്തു ചാടുന്ന തരത്തിലേക്ക് ഇബ്ലീസിനെ പോലെ അവസാനം പുറത്തു ചാടുന്ന തരത്തിൽ നീയാകരുത് എന്ന് മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. വലാ തഗ്തറു ബിആയത്തി സാലിഹീന, സാലിഹീങ്ങളെ കാണുന്നതിൽ നീ ഒരിക്കലും പോലും വഞ്ചിതനാകരുത്. ഫലാ ശഖ്സ അഅ്ളമു മിനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശ്രേഷ്ഠവാനായ മറ്റൊരു മനുഷ്യനില്ല എന്ന് മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴുമൊക്കെ അല്പമെങ്കിലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ ഒരു പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോ 1436 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ നമുക്കുണ്ടായിരിക്കേണ്ട ചിന്ത ഇതായിരിക്കണം. പൂർണ്ണമായ തൗബയോടുകൂടി അല്ലാഹുവിങ്കലേക്ക് അടുത്തുകൊണ്ടുള്ള ഒരു ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ ഇനിയുള്ള വരും കാലത്ത് പ്ലാൻ ചെയ്യേണ്ടത്. സത്യത്തിൽ ഹിജ്റ നൽകുന്നത് പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ് ഹിജ്റ നൽകുന്നത്. ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ വർഷങ്ങളൊക്കെ കണക്കാക്കപ്പെടാറുള്ളത്. നമുക്കൊരുപാട് പാഠങ്ങൾ തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ആസൂത്രണത്തോടുകൂടി മാത്രമാണ് നമ്മൾ ജീവിതത്തെ കണ്ടുമുട്ടേണ്ടത് എന്നാണ്. ജീവിതത്തെ ആസൂത്രിതമായി ബന്ധിതമായി സമയബന്ധിതമായി നമ്മൾ മുന്നോട്ട് കരുക്കൾ നീക്കിക്കൊണ്ടേയിരിക്കണം. കൃത്യമായ ഗോൾ സെറ്റിംഗ്, എവിടെ എത്തിച്ചേരണമെന്നൊരു നിർബന്ധ ബുദ്ധി, ഒരു ബോധവും ഒരു ബോധ്യവും എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടായിരിക്കണം. ഈ ഹിജ്റ എന്ന് പറയുന്നത് കേവലം ഒരു യാത്രയല്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, ചരിത്രം വായിക്കുമ്പോൾ അതിപ്പോ സ്വാഭാവികമായിട്ടൊരു യാത്രയല്ലേ, കേവലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒരു പ്രയാണമല്ലേ, ഒരു പലായനമല്ലേ എന്നൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ആദ്യം ഉയർന്നു വന്നേക്കാം. കേവലം ഒരു യാത്ര എന്നതിലുപരി ഇസ്ലാമിക വിജയ ചരിത്രങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഒരു ദിനം കൂടിയാണ് നമ്മുടെ ഈ ഹിജ്റ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഹിജ്റ ആസൂത്രണം ചെയ്യപ്പെട്ടത്. ഹിജ്റ വിജയിച്ചത് തന്നെ ആസൂത്രണം കൊണ്ടായിരുന്നു. ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പ്രധാനമാണ് അവന് നല്ല ആസൂത്രണം ഉണ്ടായിരിക്കുക എന്നത്. ആസൂത്രിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ ആർജിച്ചിരിക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഹിജ്റയിലൂടെ പഠിപ്പിക്കുന്നത്. വശാവിറുഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സൂറത്ത് ആല ഇംറാന്റെ 159 വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ കാര്യങ്ങൾ കൂടിയാലോചിക്കണം. വശാവിറുഹും ഫിൽ അംർ, നിങ്ങൾ കാര്യങ്ങൾ കൂടിയാലോചിക്കണം. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് ആസൂത്രണത്തോടുകൂടി കൂടിയാലോചിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട തവക്കുലിനോടൊപ്പം നമ്മൾ കൃത്യമായ ആസൂത്രണം ചെയ്യുവാൻ കൂടി നമ്മൾ ശ്രമിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസൂത്രണ മികവ് വളരെ വ്യക്തമായി നമുക്ക് ഹിജ്റയിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. ഹിജ്റ മഹാത്ഭുതമായി എന്റെയും നിങ്ങളുടെയും ഒക്കെ മുന്നിൽ നിൽക്കുകയാണ്. ആസൂത്രണപദ്ധതിക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയിൽ കാണാൻ കഴിയും. മക്കയിലെ പ്രബോധനത്തിലൂടെ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ദീനിൽ വന്നത്, അല്ലേ?
വളരെ കുറച്ചാളുകൾ മാത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ മക്കയിൽ കടന്നു വന്നിട്ടുള്ളത്. അതുവരെ കൂടെ ആളുകൾ വരെ തൗഹീദിന്റെ വാചകങ്ങള് മന്ത്രാണങ്ങള് പറഞ്ഞ സമയത്ത് പിന്നോക്കം വന്ന അവസ്ഥയുണ്ടായിരുന്നു. മക്കയിലെ പ്രബോധനം വഴി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് കയറി വന്നത്. ഈ ഇസ്ലാം എന്ന് പറയുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറപ്പായിരുന്നു ഈ പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മക്കയിൽ ഒതുങ്ങേണ്ട ദീനല്ല, കേവലം ആ ഒരു മക്കയുടെ സൈകത പരപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ദീൻ എന്ന് പറയുന്നത്. കിസ്റയുടെയും കൈസറിന്റെയും ഒക്കെ കൊട്ടക്കൊത്തളങ്ങളിൽ ചെന്ന് അവിടെ എത്തപ്പെടേണ്ടതാണ് പരിശുദ്ധമായ ദീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക്, വളരെ കൃത്യമായ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഈ ദീനിനെയും അതിന്റെ വാഹകരെയും പറിച്ചു നടേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കത്തിൽ വരെ സ്വപ്നം വഴി അത് കാണിച്ചു എന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ബുഖാരിയിൽ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. റഅയ്തു ഫിൽ മനാമി അന്നി ഉഹാജിറു മിൻ മക്കത ഇലാ അർദിൻ ബിഹാ നഖൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു ഫിൽ മനാമി, ഞാൻ ഉറക്കത്തിൽ കണ്ടു, അന്നി ഉഹാജിറു മിൻ മക്ക, ഞാൻ മക്കയിൽ നിന്ന് മുഹാജിറായി പലായനം ചെയ്യുന്നതായി കണ്ടു. ഇലാ അർദിൻ ബിഹാ നഖൽ, ഒരുപാട് നല്ല രീതിയിലുള്ള ഈത്തപ്പനകളുള്ള, ഈത്തപ്പഴം സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന നല്ല പ്രഫുല്ലമായ ഒരു സ്ഥലത്തേക്ക്, ഒരു ഭൂമിയിലേക്ക് ഞാൻ ഹിജ്റ പോയതായി ഞാൻ കണ്ടു. ഫദഹബ വഹ്ലി, ഞാനത് കരുതി. ഫദഹബ വഹ്ലി, എന്റെ ചിന്തയും എനിക്കൊന്ന് തോന്നി, ഇലാ അന്നഹൽ യമാമ, യമാമയായിരിക്കും ഒരു പക്ഷേ അത്. യമാമ എന്ന് പറഞ്ഞാൽ ബിലാദുൻ ബൈന മക്കത വ യമൻ, മക്കയുടെയും യമനിന്റെയും ഇടയിലുള്ള പ്രദേശമാണ് യമാമ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ കരുതി അത് യമാമയായിരിക്കാം. ഔ ഹജർ, അല്ലെങ്കിൽ ഹജർ ആയിരിക്കാം. ബഹ്റൈനിന് അടുത്തുള്ള ഒരു പ്രദേശമാണ് ഹജർ, അല്ലെങ്കിൽ ഹജർ ആയിരിക്കാം. ഫഇദാ ഹിയ മദീന യസ്രിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് പ്രിയപ്പെട്ട എന്റെ മദീന പട്ടണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം വഴി തന്നെ ഇനി നിങ്ങൾക്കൊരു പലായനം വരാനുണ്ട്, ഇനി നിങ്ങൾക്കൊരു അയനം വരാനുണ്ട്, ഇനി നിങ്ങൾക്കൊരു പുറപ്പെട്ടു പോക്ക് വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. എന്നിട്ടോ മദീനയിലേക്കുള്ള ഹിജ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തത്. ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണം നടത്തുകയാണ് ചെയ്തത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണം നടത്തുകയായിരുന്നു ചെയ്തത്. ഹിജ്റ വർഷം ഹജ്ജിന് വന്ന, ആ വർഷം ഹജ്ജിന് വന്ന മദീനക്കാര്, വിശ്വാസികളായ ആളുകൾ, കുറച്ച് ആളുകൾ മദീനയിൽ നിന്നുണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വസിച്ച് പിറ്റത്തെ വർഷം ഒരു 12ഓളം വരുന്ന ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജംറത്തുൽ അഖബയുടെ പരിസരത്ത് വെച്ച് കരാർ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അവർ ബൈഅത്ത് ചെയ്തു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കരാർ ഉടമ്പടി ഒപ്പുവെച്ചു. അങ്ങനെ അവരോടൊപ്പം മദീനയെ ഹിജ്റയുടെ മണ്ണാക്കി മാറ്റാൻ വേണ്ടി യുവാവായ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു, മദീനയെ ഒന്ന് മെരുക്കിയെടുക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യപാദ സ്പർശനമേൽക്കാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. പിന്നെ അതിനുശേഷം ഒരുപാട് സഹാബികളെ മദീനയിലേക്ക് അയച്ചു. അങ്ങനെ ഒരുപാട് പിന്നെ തയ്യാറെടുപ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അങ്ങനെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പ്രബോധനം കാരണം ഔസ് ഖദ്റജ് അടക്കമുള്ള ഗോത്രങ്ങൾ, അവരുടെ നേതാക്കളടക്കം പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. അങ്ങനെ പിറ്റത്തെ വർഷം നിന്നും ഹജ്ജിന് വന്നത് 70-ലധികം ആളുകളാണ്. മഹാന്മാരൊക്കെ സീറത്ത് ഇബ്നു ഹിഷാം ഹജ്ജിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളുമായി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ അവരുമായി ചരിത്ര പ്രസിദ്ധമായ രണ്ടാമത്തെ ബൈഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തി. അതും വളരെ കൃത്യമായ ആസൂത്രണ മികവോട് കൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. മദീനക്കാരിൽ നിന്ന് അവരോട് കൂടെ മുസ്ലിങ്ങളല്ലാത്ത മുശ്രിക്കുകളായ ആളുകൾ കൂടി ഹജ്ജിന് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കറിയാതെ കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് പാതിരാ നേരം അഖബയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ ആദ്യം അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി അവർ സംസാരിച്ചു. ഫജ്തമഅനാ ഫിശ്ശാബിൻ തൻതദിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ജാഅനാ എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാന്മാരായ സഹാബികൾ, ആ ബൈഅത്തിൽ പങ്കെടുത്ത സഹാബികൾ രേഖപ്പെടുത്തി വെക്കുന്നു, റസൂലുള്ളാഹി വരുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു. വമഅഹു അമ്മുഹു അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ കൂടെ പ്രവാചക പുങ്കവരുടെ കൂടെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടും ഞങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഖുൽനാ തകല്ലം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ സംസാരിക്കണം. ഫഖുൽ ലിനഫ്സിക വലിറബ്ബിക മാ അഹ്ബബ്ത, നിങ്ങൾ നിങ്ങളുടെ തമ്പുരാനും നിങ്ങൾക്കും എന്താണോ ഇഷ്ടമാകുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളണമെന്ന് അന്ന് വന്ന മദീനയിൽ നിന്നും വന്ന മുസ്ലിങ്ങളായ സഹാബത്തെ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഫതകല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ കരാർ പാലിക്കുമെങ്കിൽ മാത്രം കരാറിൽ ഒപ്പുവെക്കണം. നിങ്ങൾ കരാറ് പാലിക്കുമെങ്കിൽ മാത്രം കരാറിൽ ഒപ്പുവെക്കണം. അങ്ങനെ അവർക്കത് പൂർണ്ണമായ സമ്മതമായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള കരാറിൽ അവർ ഉറച്ചു നിന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിക്കാൻ തുടങ്ങി. വഖാല ഉബായിഉകും അലാ അൻ തംനഊനി മിമ്മാ തംനഊൻ മിൻഹു നിസാഅക്കും വആബാഅക്കും, നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ഭാര്യമാരും ഒക്കെ നിങ്ങൾ വിലങ്ങിയ ഒരു കാര്യമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷേ പരിശുദ്ധമായ ദീനിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ തേടി വരും. നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങൾക്കെതിർ നിന്നേക്കാം. അവർക്കെതിരെ നിൽക്കുന്നതിന് പകരം എനിക്ക് നിങ്ങൾ ഒരിക്കൽ പോലും എതിര് നിൽക്കുകയില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഫഅഖദൽ ബറാഉ ബിൻ മഅറൂർ റളിയല്ലാഹു അൻഹു ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ബറാഉ ബിൻ മഅറൂർ റളിയല്ലാഹു അഷ്റഫുൽ ഖൽഖിന്റെ കൈ അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ കൈവിടുമോ എന്നൊരു ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ മഹാന്മാരായ സഹാബത്തെ കിറാം മദീനയിൽ നിന്നും വന്നവർ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻതും മിന്നി അന മിൻകും, ഞാൻ നിങ്ങളിൽ നിന്നും നിങ്ങൾ എന്നിൽ നിന്നുമുള്ളവരാണ്. വഹാരിബു മൻ ഹാറബ്തും വഉസാലിമു മൻ സാലംതും എന്ന് മഹാനായ ഇമാം ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു സീറയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ ഈ 12 പ്രതിനിധികൾ ഓരോ ഗോത്രങ്ങളിൽ നിന്നും വന്നു. ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു, ബനു നജ്ജാർ ഗോത്രത്തിൽ നിന്ന് മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു, ബനു സലമ ഗോത്രത്തിൽ നിന്ന് മഹാനായ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു, ബനി സാഇദ ഗോത്രത്തിൽ നിന്ന് മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, മുൻദിർ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ബനു സുറൈഖ് ഗോത്രത്തിൽ നിന്ന് മഹാനായ റാഫി' ഇബ്നു മാലിക് ഇബ്നു ഇജ്ലാൻ റളിയല്ലാഹു അൻഹു, ബനിൽ ഹാരിസ് ഇബ്നു ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു, ഖവാഫിലിൽ നിന്ന് മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിൽ നിന്ന് മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, മഹാനായ അബുൽ ഹൈസം ഇബ്നു തീഹാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ ബനി ഔഫ് ഗോത്രത്തിൽ നിന്ന് സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 12ഓളം വരുന്ന സഹാബത്തെ കിറാമാണ് ഓരോ ഗോത്രങ്ങളിൽ നമുക്ക് പ്രതിനിധികളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബൈഅത്ത് ചെയ്തത്. അതിനുശേഷമാണ് സഹാബത്തെ കിറാമിന് ഹിജ്റക്ക് അനുമതി നൽകുന്നത്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരാർ ചെയ്ത വിവരം മക്കയിലേക്ക് അൻസാറുകൾക്കൊപ്പം വന്ന മുശ്രിക്കുകൾ പോലും അറിഞ്ഞിരുന്നില്ല. മുശ്രിക്കുകൾക്ക് പോലും മനസ്സിലാക്കാനോ അറിയാനോ കഴിയാത്ത രൂപത്തിൽ വളരെ ആസൂത്രിതമായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ പിശാച് ഒക്കെ പരസ്യമാക്കി. എല്ലാ രഹസ്യങ്ങളുടെയും മറനീക്കി പുറത്തു കൊണ്ടുവന്ന് അബദ്ധജടില ചിന്തയുണ്ടാക്കുന്ന പിശാച് അതും പരസ്യമാക്കി. ഹിജ്റ നടക്കരുത് എന്ന് പിശാചിന് വലിയ താല്പര്യമായിരുന്നു, ദുർവാശിയായിരുന്നു പിശാചിന്. ഒരിക്കൽ പോലും ഹിജ്റ നടക്കാൻ പാടില്ല. അങ്ങനെ പിശാച് ഖുറൈശികളോട് വിളിച്ചു പറഞ്ഞുവത്രേ, ഖുറൈശികളോട് വിളിച്ചു പറഞ്ഞുവത്രേ, യാ അഹ്ലൽ ഹാശിബ്, നിങ്ങൾ എന്താണ് ഖുറൈശികളായ ആളുകളെ വിചാരിക്കുന്നത്? മുഹമ്മദ് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ മുഹമ്മദ് ഒരു വിങ്ങിനെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പിശാച് വിളിച്ചു പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ അൻസാറുകളായ ആളുകൾ, മദീനയിൽ നിന്ന് ബൈഅത്ത് ചെയ്യാൻ വന്ന ആളുകൾ അവരുടെ തമ്പിലേക്ക് തന്നെ മടക്കി അയച്ചു. ഖുറൈശികൾ വന്ന് മദീനയിലെ മുശ്രിക്കുകളായ പല ആളുകളോടും ഇങ്ങനെ അന്വേഷിച്ചു. പല ആളുകളും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ആ വർഷം അതുപോലെ ഹജ്ജിന് വന്ന കൂട്ടത്തിൽ മുശ്രിക്കീങ്ങളായ ആളുകളും ഈ സഹാബികളുടെ കൂടെ അൻസാരികളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരോട് പോലും മുശ്രിക്കീങ്ങളായ മദീനയിൽ നിന്ന് വന്ന ആളുകളോടും അന്വേഷിച്ചിട്ട് പോലും അങ്ങനെ ഒരു സംഭവമില്ല എന്ന് അവർ ഖുറൈശികളോട് മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പിന്നീട് ഹിജ്റ നടക്കുന്നത്. അവസാനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ നടത്തുന്നത്, ഹിജ്റ പോയത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതിനൊരു കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പിന്തിക്കാനുള്ള ഒരു കാരണം, തന്റെ കൂടെയുള്ള ആളുകൾ മദീനയിലെത്തിയ ശേഷം മാത്രമേ പോയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണ സുരക്ഷിതനാണ്. ഹിജ്റയുടെ അനിവാര്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവന് തന്നെ ഭീഷണി നേരിടുമ്പോൾ താൻ നടത്തുന്ന ഹിജ്റക്ക് കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെ റസൂലുള്ളാഹിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടിയുള്ള കോപ്പുകൂട്ടലുകൾ അവർ നടത്തി. അതിനുവേണ്ടിയുള്ള കോപ്പുകൂട്ടലുകളും ആളെയൊരുക്കലുകളും ഒക്കെ അവർ നടത്തി. അവസാനം ആ തീരുമാനത്തിന് കാരണവും അവസാനം ദാറുന്നതുവയിൽ വൃദ്ധന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇബ്ലീസ് ആയിരുന്നു. ഇബ്ലീസ് അവിടെയും അവന്റെ കുടില തന്ത്രവുമായി വന്നു. പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ഖുർആൻ സംഭവത്തെ വളരെ മനോഹരമായി അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. നിന്നെ നമ്മൾ ബന്ധനസ്ഥനാക്കുകയോ നിന്നെ നമ്മൾ കൊല്ലുകയോ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരെ കുറച്ച് ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ തന്ത്രം പ്രയോഗിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയോ നിങ്ങളെ ബന്ധനസ്ഥനാക്കാൻ വേണ്ടിയോ സത്യനിഷേധികളായ ആളുകൾ ശ്രമിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. വയം ഖുറൂന, അവർ തന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾ, അവർ നിങ്ങൾക്കെതിരെ തന്ത്രം പ്രയോഗിച്ചു. പക്ഷേ വയം ഖുറുല്ലാഹു, രാജാതിരാജനായ തമ്പുരാൻ വലിയ തന്ത്രമാണ് പ്രയോഗിച്ചു കളഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിശാച് അവിടെയും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സന്ദർഭം തന്നെ നമ്മളൊന്ന് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിയുടെ വീട്ടിന് മുമ്പിൽ കാത്തിരിക്കുന്നവർക്ക് മുന്നിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയത്. ഒരു പിടിമണ്ണ് വാരി അവരുടെ മുഖത്തേക്ക് ഇട്ടുകൊണ്ട് പരിശുദ്ധമായ യാസീനിലെ വളരെ മനോഹരമായ ആയത്തുകൾ, വജഅൽനാ മിൻ ബൈനി അയ്ദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഗശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിലൊരു തടസ്സവും നമ്മൾ വെച്ചിട്ടുണ്ട്.
വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ. അവരുടെ മുമ്പിലും ഒരു തടസ്സം നമ്മൾ വെച്ചിട്ടുണ്ട്, അവരുടെ പിന്നിലും നമ്മൾ ഒരു തടസ്സം വെച്ചിട്ടുണ്ട്. ഫഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. തടസ്സം വെച്ചിട്ട് അങ്ങനെ നമ്മൾ അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ റസൂലുള്ളാഹി വാരിയിട്ട ഓരോ മണ്ണിന്റെ തരികളും അവരുടെ തലക്ക് മുകളിൽ പതിച്ചു. അവരാരും റസൂലുള്ളാഹി കടന്നു പോയതറിഞ്ഞതേയില്ല. അവരിൽ പെടാത്ത ഒരാൾ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് കടന്നു പോകുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി അഫ്ളലു സ്വലവാത്ത് വ അസ്ക തസ്ലീമാത്ത്. നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ മനുഷ്യനോട് അവർ തിരിച്ചു പറഞ്ഞു, അത്രേ, വല്ലാഹി മാ അബ്സറനാഹു, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, മുഹമ്മദ് റൂമിനകത്ത് തന്നെ കടന്നുറങ്ങുന്നുണ്ടാകും, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവര് മറുപടി പറഞ്ഞു. ഇവിടെ അവരുടെ കണ്ണുകൾക്ക് ഇരുൾ ബാധിച്ചത് അല്ലാഹുവിന്റെ ഇടപെടലാണ്, അല്ലാഹുവിന്റെ ഇടപെടലാണ്. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറഞ്ഞത്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. വമാ റമൈത, നബിയെ നിങ്ങൾ എറിഞ്ഞിട്ടില്ല. ഇദ് റമൈത, നിങ്ങൾ എറിഞ്ഞപ്പോൾ നിങ്ങൾ എറിഞ്ഞിട്ടില്ല, പക്ഷേ വലാകിന്നല്ലാഹ റമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എറിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങളായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയവുമില്ല. ഒന്ന്, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വരപ്പിൽ കിടത്തി ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആസൂത്രണം ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വരപ്പിൽ കിടത്തി. രണ്ടാമത്തെ കാര്യം, തന്റെ സന്തത സഹചാരിയായ ഉച്ചമിത്രമായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പുറകുവശത്തു കൂടി പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. മൂന്നാമത്തേത്, നേരെ മദീന വഴി സ്ട്രൈറ്റ് പാത്തിലൂടെ പോകാതെ, നേരെ മദീന വഴി പോകാതെ എതിർവശത്തുള്ള യമൻ വഴിയിലേക്ക് നടന്ന് 5 കിലോമീറ്റർ ആ യമൻ വഴിയിലേക്ക് നടന്ന് മാറിക്കൊണ്ട് കുറച്ച് വളഞ്ഞ് കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തിരുന്നത്. നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ശത്രുക്കളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ സുബ്ഹാനല്ലാഹ് വിരൽ കുത്തി നടന്നിരുന്നു എന്ന് രേഖപ്പെടുത്തി വെക്കുന്നു. വിരൽ കുത്തി നടന്നാൽ ഒരിക്കൽ പോലും കാണാനും അറിയാനും സാധിക്കുകയില്ല, പാദം പതിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിരൽ കുത്തിക്കൊണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ നടത്തിയിരുന്നത്. അഞ്ചാമത്തെ കാര്യം, സൗറിലെത്തിയ സമയത്ത് ഗുഹയുടെ അടുത്തെത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കയറി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. എന്താണ് കാരണം? രണ്ടാളുകൾ പോയിട്ടില്ല എന്നറിയിക്കാൻ. രണ്ടാളുകൾ ഇതിലൂടെ പോയിട്ടില്ല, ഒരാൾ മാത്രമാണ് പോയതെന്നറിയിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കയറിയിരുന്നു, രണ്ടാളുകൾ പോയിട്ടില്ല എന്നറിയാതിരിക്കാൻ. ആറാമത്തെ കാര്യം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഗുഹയിൽ കടന്നു. സൗറിൽ ആദ്യം കടന്നുകൊണ്ട് പൊത്തുകൾ അടച്ചു. 3 രാത്രി സൗറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹും ഇവർക്കൊപ്പം താമസിച്ചു. പകല് ഖുറൈശികളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും എത്തിച്ചു കൊടുത്തിരുന്നത് മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എട്ടാമത്തെ കാര്യം, വഴികാട്ടിയായി അബ്ദുല്ലാഹിബ്നു തരീഖത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മദീനയിലേക്ക് കുറച്ചുകൂടി വളഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിൽ, എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിൽ, ശത്രുക്കളുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ എത്താൻ കഴിയുന്ന രീതിയിൽ പോകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബ്നു തരീഖത്ത് എന്നവരെ മുമ്പേ പറഞ്ഞുറപ്പിച്ചിരുന്നു. ഇങ്ങനെ പൂർണ്ണമായ ആസൂത്രണം വഴിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ നടത്തിയത്. എട്ടാമത്തെ കാര്യം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ ആമിർ ഇബ്നു ഫുഹൈറയെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു ആമിർ ഇബ്നു ഫുഹൈറ. ഗുഹയുടെ പരിസരത്ത്, ഞങ്ങൾ തമ്പടിച്ചിരുന്ന ഗുഹയുടെ പരിസരത്ത് ആട് മേയ്ക്കാനും അതിന്റെ പാല് കറന്നെത്തിക്കാനും മുമ്പേ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ചുമതലപ്പെടുത്തി.
ഇത്രത്തോളം ആസൂത്രിതമായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹിജ്റ നടത്തിയത്. ഇനി നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം, നമ്മൾ നമ്മളിലേക്കൊന്ന് വിരൽ ചൂണ്ടണം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്കൊന്ന് നമ്മൾ ഇറങ്ങി ആഴത്തിലിറങ്ങി ചിന്തിക്കണം. മുഅ്മിനെ, നമ്മുടെ ആസൂത്രണം എത്രത്തോളമുണ്ട്? നമ്മൾ ആസൂത്രണമില്ലാതൊരു സമൂഹമായി മാറി. നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം ഇന്ന് എന്ന മട്ടില് ആസൂത്രണമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ വഴിതെറ്റിയ ആട്ടിൻകൂട്ടങ്ങളെ പോലെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഗോള തലങ്ങളിൽ, മഹല്ല് തലങ്ങളിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായി ഒന്നിനും ഒരു പദ്ധതിയും ഇല്ലാത്തവരായി നമ്മൾ മാറി. നമ്മൾ കേൾക്കണം നമ്മുടെ മതത്തിന് പുറത്തുള്ള ആളുകളെ കുറിച്ച്. 1897 സ്വിറ്റ്സർലാൻഡിലെ ബാൽ പട്ടണത്തിൽ വെച്ച് നടന്ന ജൂതന്മാരുടെ ഒരു കോൺഫറൻസ് നടന്നു. 1897 സ്വിറ്റ്സർലൻഡിലെ ബാൽ പട്ടണത്തിൽ വെച്ച് അന്നത്തെ ജൂത നേതാവായ നിയോഡർ ഹഡ്സൺ എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിൽ നിയോഡർ ഹഡ്സൺ പ്രഖ്യാപിക്കുന്നുണ്ട്, 50 വർഷത്തിന് ശേഷം നമ്മൾ ജൂതരാഷ്ട്രം നിലവിൽ വരും. എത്ര കൃത്യമായി ഇത് സംഭവിച്ചു! 50ാമത്തെ വർഷം അവർ കൃത്യമായി ജൂതരാഷ്ട്രം നിലവിൽ വന്നു. ഇതാണ് ആസൂത്രണത്തിന്റെ മികവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിതത്തെ നമ്മൾ ആസൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോയാലാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുക. മാത്രമല്ല, ഹിജ്റ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം കൂടി നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയമുണ്ടാവുകയുള്ളത്. നമ്മളെത്ര ജാഗ്രത പുലർത്തിയാലും, നമ്മളെത്ര ബദ്ധശ്രദ്ധരായാലും അതൊക്കെ തകിടം മറിക്കാൻ അല്ലാഹുവിന് കഴിയും. അതൊക്കെ തകിടം മടിക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ അബൂലഹബിനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവൻ ഒരിക്കൽ പോലും ഉപകാരപ്പെടുകയില്ല. അബൂലഹബിനെ പറ്റി വിശുദ്ധ ഖുർആൻ നശിക്കുമെന്ന് പറഞ്ഞു. അവന്റെ മകൻ ഉത്ബത്തും, അവന്റെ മകനായ ഉത്ബത്ത് അഷ്റഫുൽ ഖൽഖിന്റെ തിരുമുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പി. അങ്ങനെ ആ മകനെതിരെ അഷ്റഫുൽ ഖൽഖ് പ്രാർത്ഥിക്കുക വരെ ചെയ്തു. അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ ഖിലാബിക, അല്ലാഹുവേ നിന്റെ ഏതെങ്കിലും ഒരു നായയെ കൊണ്ട് ഈ ഒരാളെ വകവരുത്തണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ ഭയന്നുകൊണ്ട് ഷാമിലേക്ക് നാടുവിട്ടയാളാണ് തുബത്ത്. അങ്ങനെ അവന് ചുറ്റും ധാരാളം സുരക്ഷ ഏർപ്പെടുത്തി. പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ടൊരു സിംഹം വന്ന് തുബത്തിനെ കൊലപ്പെടുത്തി. അഥവാ അവർ നടത്തിയ ആസൂത്രണങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് കളഞ്ഞു. കേവലം ആസൂത്രണം മാത്രമല്ല ഹിജ്റ നൽകുന്ന സന്ദേശം. ആസൂത്രണം കൊണ്ട് മാത്രമല്ല, അതിന്റെ മുകളിൽ അല്ലാഹുവിന്റെ ഒരു തീരുമാനമുണ്ടാകണം, റബ്ബിന്റെ ഒരു ഖലാ ഉണ്ടാകണം, അല്ലാഹുവിന്റെ ഒരു വേണ്ടുക തന്നെ അതിന്റെ പിന്നിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം അതിന് പുഷ്കലമായ ഒരു അവസാനം, ഒരു ഒരു ഫിനിഷ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഹിജ്റ നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ആസൂത്രണത്തിന് പുറമെ റബ്ബിന്റെ ഖലാ. അതുകൊണ്ടാണ് ഈ കാര്യം ശരിക്കും അറിയാവുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് തവക്കുൽ, പൂർണ്ണമായ തവക്കുലോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആസൂത്രണത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന വഴിയാണ് പിന്നീട് സുറാഖയെ കണ്ടുമുട്ടുന്നത്. സുറാഖയെ കണ്ടുമുട്ടുന്ന സന്ദർഭം ചരിത്രത്തിലെ അദ്വിതീയമായ, വളരെ തങ്കലിപികളായി രേഖപ്പെടുത്തപ്പെട്ട വളരെ മനോഹരമായ വാക്കുകളാണ്. സുറാഖയെ കണ്ടുമുട്ടുമ്പോ അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഒട്ടകത്തെ പ്രഖ്യാപിച്ചു. ഒട്ടകങ്ങളെ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഒരാൾ വന്നുകൊണ്ട് സുറാഖന്റെ കൂട്ടുകാരനോട് പറഞ്ഞത്, കടൽ തീരത്തു കൂടി മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിവരം സുറാഖ അറിഞ്ഞപ്പോ സുറാഖ കൂടെയുള്ള ആളെ വല്ല തെറ്റിദ്ധരിപ്പിച്ചു.
അവർ റസൂലും സംഘവുമല്ല, അവർ മുഹമ്മദും സംഘവുമല്ല, നിങ്ങൾ കണ്ട ആളുകൾ വേറെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റപ്പൂതിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി പുറപ്പെട്ട സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിയിൽ നിന്ന് കണ്ടു. അത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടുകൊണ്ട് അഷ്റഫുൽ ഖൽഖിനോട് പേടിച്ചുകൊണ്ട് അവനാദി പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി ലാ തഹ്സൻ, ദുഃഖിക്കേണ്ടതില്ല സിദ്ദീഖ്, ഭയപ്പെടേണ്ടതില്ല സിദ്ദീഖ്, ലാ തഹ്സൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു നമ്മളൊപ്പമുണ്ട്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ഈ സുറാഖ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിന്റെ കാലുകൾ ഭൂമിക്കടിയിലേക്ക് താഴാൻ തുടങ്ങി. അവന്റെ മുന്നിൽ നിന്ന് കാഴ്ചയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അവന്റെ മുന്നിൽ വലിയ പുക നിറയാൻ തുടങ്ങി. കണ്ണുകൾക്ക് മൂടൽ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ കഴിച്ചിലായി. റസൂലുള്ളാഹി ദുആ ചെയ്തപ്പോൾ കഴിച്ചിലായി. ഇങ്ങനെ വീണ്ടും അങ്ങനെ രണ്ടാം പ്രാവശ്യവും അഷ്റഫുൽ ഖൽഖിന് നേരെ തുനിഞ്ഞു. റസൂലുള്ളാഹിയുടെ നേരെ വന്നു. വീണ്ടും അവൻ മേൽ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾ എടുത്തോളി, എന്റെ എല്ലാ നിങ്ങൾ കൊണ്ടുപോയിക്കോളെ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. റസൂലുള്ളാഹി അവൻക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും അവനെ കാലുമാറാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവസാനം അവനോട് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഇത് നീ ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു വാഗ്ദാനം നടത്തുന്നുണ്ട്. ചരിത്രത്തിലെ പ്രസിദ്ധമായ വാഗ്ദാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്വഭാവവും വിശേഷണങ്ങളും ഒക്കെ നേരത്തെ കണ്ടറിഞ്ഞയാളാണ് സുറാഖ. അതിലപ്പുറം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു മാർഗം മഹത്വത്തിന്റെ മാർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിസ്രയുടെ വളകൾ എനിക്ക് തരണമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. കിസ്രയുടെയും കൈസറിന്റെയും കോട്ടക്കൊത്തളങ്ങളില് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്തിച്ചെല്ലുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന കൈസറിന്റെയും ഒക്കെ വളകൾ എന്നെ അണിയിക്കണമെന്ന് അവസാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുസ്ലിമായിക്കൊണ്ടാണ് സുറാഖ പോയതെന്ന് ചരിത്രത്തിൽ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ സുറാഖ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് കഴുകക്കണ്ണുമായി നടക്കുന്ന ഖുറൈശികളെ കണ്ടു. അവരോട് പറഞ്ഞു, ഞാൻ ശരിക്കും ആ വഴിയൊക്കെ പോയതാണ്, നിങ്ങൾ വെറുതെ ആ വഴിക്കൊന്നും പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നിങ്ങളെ അങ്ങോട്ട് പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നിങ്ങൾ അന്വേഷിച്ചിട്ട് ഫലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയച്ചു. അത് അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ കൂടിയാണ് സത്യത്തിൽ സുറാഖയുടെ വിഷയത്തിലും സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലിരുന്നപ്പോഴും അല്ലാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. ഖുറൈശികള് ഗുഹാകവാടത്തിലെത്തിയപ്പോ അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം. പക്ഷേ അവിടെ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ നടത്തി. കേവലം ഒരു ആസൂത്രണം കൊണ്ട് മാത്രമല്ല, റബ്ബിന്റെ ഒരു ഇടപെടൽ കൂടി എല്ലാവരുടെയും ജീവിതത്തിലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണമെന്ന് ഹിജ്റ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയ്ക്കകത്ത് കയറിയതിനു ശേഷം മനുഷ്യരോളം ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ മരം, ഉമ്മു ശൈലാൻ എന്ന് പറയുന്ന ഒരു മരം അവിടെ മുളച്ചു വളർന്നു പടർന്ന് പന്തലിച്ചു വലുതായി. അങ്ങനെ ഗുഹയുടെ മുഖത്ത് ചിലന്തി വല നെയ്തു. 2 കാട്ടുമേട പക്ഷികള് അവിടെ മുട്ടയിട്ട് അടയിരുന്നു. അങ്ങനെ പല ആളുകളും ഖുറൈശികളിലെ പല പ്രമുഖന്മാരുമൊക്കെ അവിടെ വന്നപ്പോ അവര് അവിടെ ജനവാസമില്ലാത്ത രീതിയിൽ, ആളുകളുടെ അനക്കമോ ഇവിടെ മുമ്പ് ആളുകൾ വസിച്ചിരുന്നതായോ ഒന്നും കാണാത്ത രീതിയിൽ അവസാനം വന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ കാൽമാരുമാറ്റം കണ്ടപ്പോ ബേജാറാകാൻ തുടങ്ങി. റസൂലിനോട് വേവലാതി പറഞ്ഞു, മാലന്നക യാ അബൂബക്കർ. റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, അബൂബക്കർ
നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇസ്നൈനി നമ്മൾ രണ്ടാളും മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു സാലിസുഹുമാ, തീർച്ചയായും മൂന്നാമനായി ലോകരക്ഷിതാവായ തമ്പുരാൻ, എന്നെയും നിങ്ങളെയും ഒക്കെ പടച്ച തമ്പുരാൻ, എന്നെ പ്രവാചകനാക്കി നിശ്ചയിച്ച തമ്പുരാൻ, നമുക്ക് ഈ ഹിജ്റക്ക് വേണ്ടി നമുക്ക് എല്ലാ തരത്തിലും കൂട്ടുനിന്ന തമ്പുരാൻ, നമുക്ക് ഈ ഹിജ്റക്ക് കൽപ്പിച്ച തമ്പുരാൻ, ആ തമ്പുരാന് നമ്മളോടൊപ്പമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്ന സന്ദർഭം പരിശുദ്ധമായ ഖുർആൻ വരെ വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്ന് പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹിജ്റ സത്യത്തിൽ വിജയിച്ചത് രണ്ട് കാര്യങ്ങള് സമ്മേളിച്ചപ്പോഴാണ്. ഒന്ന്, കൃത്യമായ ആസൂത്രണം, പ്ലാനിംഗ്. രണ്ടാമത്തേത് ത്യാഗവും പരിശ്രമവും അള്ളാഹുവിന്റെ സഹായവും ചേർന്ന ഒരു ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഹിജ്റയെ വിജയിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. ഇവ രണ്ടും നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിക്കൊണ്ട് ഇത് രണ്ടുമാണ് വേണ്ടത്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ, ജീവിതത്തിന്റെ ഒടുക്കം വരെ എവിടെ എത്തിച്ചേരണമെന്നൊരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ ജീവിതത്തിനുണ്ടായിരിക്കണം. ഒടുക്കം ഞാൻ ചെന്ന് ചേരേണ്ട സ്ഥലം എന്താണെന്ന് കൃത്യമായി ബോധപ്പെടുത്തി ഹൃദയത്തിനകത്ത് വരച്ചു ചേർത്തുകൊണ്ടായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. അത് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യാറുള്ളത്. ആ പോസ്റ്റിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ ഗോളുകൾ തുരുതുരാ അടിക്കാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ പരമാവധി നമ്മുടെ പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ തന്നെ ശ്രമിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോസ്റ്റുകളായിരിക്കണം. അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ്. ഈ ഒരു വാതായനങ്ങളെ അക്ഷരാർത്ഥത്തിൽ അതിലൂടെ കടന്നു ചെല്ലാനുള്ള മഹാമനസ്കത പോലും നമ്മൾ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര ഖേദകരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ കഴിവിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമർത്ഥ്യത്തിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിക്കൽ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വിചാരിച്ച് ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതായി പറഞ്ഞത്. ഇൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വ ഇൻ യഖ്ദുൽകും ഫമൻ അല്ലദീ യൻസുറുകും മിൻ ബഅദിഹി വ അലല്ലാഹി ഫയതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്ത് ആല ഇംറാന്റെ 160ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വ ഇൻ യഖ്ദുൽകും ഫമൻ അല്ലദീ യൻസുറുകും മിൻ ബഅദിഹി വ അലല്ലാഹി ഫയതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങളെ അല്ലാഹു സഹായിക്കുന്ന പക്ഷം, തീർച്ചയായും അല്ലാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം, അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ മറികടക്കാൻ ഭൂമി ലോകത്ത് മറ്റൊരു മഖ്ലൂക്കിനും സാധിക്കുകയില്ല. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളെ കൈവിടുകയാണെങ്കിൽ, റബ്ബ് നിങ്ങളെ കൈവിടുന്ന പക്ഷം അവന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? പടച്ച തമ്പുരാനല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത്? റബ്ബ് നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞാൽ മുഅ്മിനെ ആരാണ് നിന്നെ സഹായിക്കാനുള്ളത്? വഅലല്ലാഹി ഫയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ, നന്മയുടെ പാതയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, സന്മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, റബ്ബിനെ കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് അല്ലാഹു പറയുകയാണ്. നമ്മൾ ആരെയാണ് തവക്കുലാക്കുന്നത്? നമ്മൾ എന്തിനെയൊക്കെയാണ് തവക്കുലാക്കിക്കൊണ്ടിരിക്കുന്നത്? ചില കാര്യങ്ങളെ നമുക്ക് അമിതമായ വിശ്വാസമാണ്, അമിതമായ ആത്മവിശ്വാസമാണ്. എന്റെ സമ്പത്ത് എല്ലാ കാലത്തും എന്റെ കൂടെ ഉണ്ടാകും, എന്റെ ആരോഗ്യം എന്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാകും, എന്റെ മക്കൾ എല്ലാ കാലത്തും എന്റെ കൂടെ ഉണ്ടാകും, എല്ലാ കാലത്തും എന്റെ മുതലാളി ഉണ്ടാകും, എന്റെ കൂടെയുള്ള സകലമായ കാര്യങ്ങളും എന്റെ കൂടെ ഉണ്ടാകുമെന്ന്
വൃഥ നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഒരു പ്ലാനിങ്ങുമില്ലാതെ ഈ ഒരു ഹിജ്റ വർഷം വരുമ്പോ, ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോ, കഴിഞ്ഞ കാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നഷ്ടപ്പെട്ട ഓരോ നിമിഷാർത്ഥങ്ങളിലും നമ്മളൊക്കെ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ, ചിന്തിക്കുമ്പോ മുഅ്മിനായ മനുഷ്യന് ഖൽബ് പിടക്കേണ്ടതല്ലേ? മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് റബ്ബിനോടുള്ള വിങ്ങിപ്പൊട്ടലുകൾ വരേണ്ട സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹിജ്റ വർഷം വരുമ്പോ പുതിയ ഒരു ഒരുക്കത്തോടുകൂടി, പുതിയ ഒരു പ്ലാനിങ്ങോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിൽ എന്തുകൊണ്ടാണോ വിജയിച്ചത്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. ജീവിതത്തിൽ കൃത്യമായ ചിട്ടയും എടുക്കും. ജീവിതത്തിൽ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്, എന്തിന്റെ മാർഗത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാൻ വരും വർഷങ്ങളിൽ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഓരോ ഹിജ്റ വർഷവും നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആസൂത്രണത്തിന്റെ മനോഹരമായ വാക്കുകൾ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. ആസൂത്രണത്തോടുകൂടിയും റബ്ബിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തിരുനോട്ടം ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കേണ്ടത്. കഴിഞ്ഞു പോയത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയതാണ്. അതിനെക്കുറിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട്, നമ്മൾ ചോദിച്ചുകൊണ്ട് പുതിയൊരു വർഷം എങ്ങനെയൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അമലുകൾ ചെയ്തുകൊണ്ട്, കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നന്നായി സായുജ്യമടയാൻ കഴിയുമെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത സബര്യയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലായി, അള്ളാഹുവിന്റെ വഴിയിലായി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, റബ്ബിന്റെ ചിന്തയിലായി, റബ്ബിന്റെ ഫിക്റിലായി ജീവിതത്തെ ത്വരിതപ്പെടുത്താൻ, ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, മലവെള്ളപ്പാച്ചിൽ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും പതറാത്ത മനസ്സോടുകൂടി മുഅ്മിനായ മനുഷ്യൻ അള്ളാഹിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട്, എന്റെ ജീവിതം ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിക്കണം എന്ന മോഹം റബ്ബിനോടുള്ള ഇബാദത്ത് വെച്ചുകൊണ്ട്, മോഹിച്ചുകൊണ്ട്, ആൻഡ് എ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് കാതങ്ങളോളം എനിക്കിനിയും സഞ്ചരിക്കാനുണ്ട്. ഈ വർണ്ണശബളിമയുടെ മുമ്പിൽ, ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ നോക്കി നിൽക്കാൻ എനിക്ക് സമയമില്ലെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റണം. ഇതിന്റെ മുമ്പിൽ നോക്കി നിൽക്കാൻ സമയമില്ല. ആൻഡ് എ മൈൽസ് ടു ഗോ, ഒരുപാട് പാദങ്ങളോളം എനിക്ക് സഞ്ചരിക്കാനുണ്ട്. ബിഫോർ ഐ സ്ലീപ്പ്, അവസാനത്തെ വാക്കും പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സായുജ്യമടഞ്ഞ് അള്ളാഹുവിനെ കണ്ടു മരിച്ച് റബ്ബിന്റെ ലിഖായിലേക്ക് അവസാനം ചെന്നെത്തിപ്പെടാൻ വേണ്ടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വർഷം അള്ളാഹു നമുക്ക് ധന്യതയുടെ നല്ല റബ്ബിനെ ഓർക്കാത്തൊരു നിമിഷം നമുക്ക് അള്ളാഹുവിനെ ഓർക്കാതിരിക്കുന്ന ഒരു സമയം നമുക്ക് തരാതിരിക്കട്ടെ. സദാസമയം റബ്ബിന്റെ ദിക്റിലും ഫിക്റിലുമായി, അള്ളാഹുവിന്റെ ഓർമ്മയിലായി, റബ്ബിന്റെ ചിന്തയിലായി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലായി, ത്വഅത്തിലായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്കുകളിൽ അധികരിച്ചിട്ടുണ്ടെങ്കിൽ, നേരം വൈകിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا من موجبات الندامة إنك سميع الدعاء يا رب العالمين. اللهم أحينا على الكتاب والسنة وأمتنا في ليلة الجمعة أو في نهارها يا رب العالمين. اللهم بارك لنا في كل أمورنا خصوصا في تعلمنا وتعليمنا وتدريسنا وكسبنا وزراعتنا
وسائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. اللهم ربنا اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولعشائرنا ولقبائلنا ولجيراننا ولمن أحبنا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا أبعتكم وأوصيكم بالدعاء في كل لوان. وآخر دعوتي أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.